ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ റാംബ്ലിങ്സ് ബൈ രേഷ്മ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു സിമ്പിൾ കേരള മീൽ ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് ചോറ്, ദെൻ കുറച്ച് സാമ്പാർ, ദെൻ നല്ല പയർ, ഫിഷ് ഫ്രൈ ആയിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടൊരു കേരള മീൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നമ്മൾ സാമ്പാറാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി കുക്കറിലാണ് പെട്ടെന്ന് ഉണ്ടാക്കുവാണ് കേട്ടോ. പരിപ്പും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ സാമ്പാറിന് കട്ട് ചെയ്ത സാമ്പാർ കഷ്ണം മേടിച്ച് വരുക ചെയ്തത്. ഇവിടെ അരി ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുവാണ്, അരിയും റെഡിയാവും. പിന്നെ ഞാൻ പയർ വളർത്തിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ഒരു മീൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്ക് പിന്നെ ഞാനിപ്പോൾ കുറച്ച് മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പെപ്പർ പൗഡർ, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നാരങ്ങാനീര് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്ന് ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു മീൻ. ചോറ് തിളച്ച് വരുന്നുണ്ട്. നമുക്കത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് ഒരു 1.5 അവർ കഴിയുമ്പോഴത്തേക്കും എടുത്തൊന്നുകൂടെ തിളപ്പിച്ച് വാർക്കാം. അപ്പോൾ ചോറും സെറ്റാവും. ആ സമയം കൊണ്ട് നമുക്ക് കറിയെല്ലാം ചടപടയും ചെയ്യാം. ഫിഷ് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വറക്കണ സമയത്ത് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഫ്ലേവർ വരും നമ്മുടെ ഫിഷിൻ്റെ. പയർ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പയർ കുക്കറിൽ വേവിക്കും. ഇതിപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കും. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടാണ് വേവിക്കുന്നത്. സോ ദാറ്റ് അത് പെട്ടെന്ന് വെന്ത് പോവില്ല, നമുക്ക് കറക്റ്റ് വേവിൽ വിട്ട് കിട്ടും. സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കടുക് വറുത്തിടാനുള്ളൊരു പാട്ട് മാത്രമേ ബാക്കിയുള്ളൂ. എവറിത്തിങ് ഈസ് റെഡി. നമ്മുടെ സാമ്പാർ റെഡി. ഇനി അത്ര ലോങ്ങായിട്ട് കറികളൊക്കെ റെഡിയായി. ഇതാണ് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ മീൽ.